ഹായ് ഗായ്സ്, എല്ലാവർക്കും SMEE ബ്രദേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഗായ്സ്, ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ കസിൻ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഗായ്സ്, ഇതാണ് എൻ്റെ കസിൻ ചേട്ടൻ. പേര് പറ. ബിബിൻ ബിജു. എൻ്റെ ചേട്ടന് ഒരു ചാനലും ഉണ്ട്, ബേബി ബ്രദേഴ്സ് യൂട്യൂബ് ചാനൽ. അപ്പൊ ഗായ്സ്, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതെന്റെ ഗപ്പി ടാങ്ക് ആണ്. അപ്പൊ ഇവന് നീ എങ്ങനെയാണ് ഈ ടാങ്ക് ഉണ്ടാക്കിയേ? ഇത് മറ്റേ വെള്ളം പോകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യില്ലേ, എന്താ പാത്തിന്ന് പറയും മലയാളത്തില്. ആ വെള്ളം പോണ സാധനം പിന്നെ രണ്ട് സൈഡും പകുതി മുക്കാലും MCയിൽ വെച്ചടച്ചു. പിന്നെ കുറച്ച് ടേപ്പ് വെച്ച് ഒന്ന് ആക്കി എടുത്തു. പിന്നെ നമ്മൾ പൂച്ചയും കൊക്കും ഒന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നെറ്റും പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഓട്ട ഇട്ടിട്ട് ബാംബൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാങ്കിൽ കുറച്ച് ഒരു വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടത് ആണ്. എന്നാൽ കുറച്ച് വേസ്റ്റ് അതിൻ്റെ ഇടയിൽ കയറി ഇരിക്കാനാണ് നമ്മൾ 3 ഇതായിട്ട് സ്ക്വയറിൽ മെറ്റലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ മെറ്റലിട്ട സ്ഥലം. ബാംബൂസ് വെച്ചിട്ടുണ്ട് നെറ്റ്. അടുത്ത സ്ഥലം മൂന്നാമത്തെ സ്ഥലമാണ് ഇത്. പിന്നെ ഇതിനകത്ത് സാരിവാലും ഡംബോയറും ക്രോസ് ബ്രീഡ് ആയിട്ടുള്ള ഒരു ഗപ്പിയാണ്. പേര് എന്താണെന്നറിയില്ല. ഇയറൊക്കെ വന്നിട്ടുണ്ട് നല്ലോണം, നല്ല ബ്ലൂ കളർ ഇയർ. അപ്പൊ ഇനി അടുത്ത നിന്റെ അടുത്ത് ഏതൊക്കെ മീൻ ഉണ്ടോ? അടുത്തത് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്ന് പോളാർ പാരറ്റ്, വൈറ്റ് പാരറ്റ് ഫിഷിന്റെ വേസ്റ്റ്, അടിയിലുള്ള വേസ്റ്റ് കളയാൻ നോക്കിയപ്പോഴാണ് ഒരു സർപ്രൈസ് ആയിട്ട് അവര് കുഞ്ഞുങ്ങളെ കൊണ്ട് നിൽക്കണ കണ്ടത്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ആ പൈപ്പിന്റെ റൈറ്റ് സൈഡിൽ താഴെ അനങ്ങുന്നതാണ് അതിന്റെ കുഞ്ഞുങ്ങൾ. ഇത്രയല്ല, ബാക്കിയെല്ലാം പൈപ്പിന്റെ അകത്താണ്. പിന്നെ ഇതിന്റെ പാരന്റ്സ് പൈപ്പിന്റെ അകത്ത് ഒളിച്ചിട്ടുണ്ടാവും. കാരണം അവർക്ക് ഒരു പേടിയാണ്, അവർക്ക് എല്ലാം എന്താണെങ്കിലും. എന്തായാലും കുഞ്ഞുങ്ങളെല്ലാം അകത്ത് കയറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത്രയല്ല ഉള്ളത്, കുറച്ചും കൂടെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഹാളിലിരിക്കുന്ന മെയിൻ ടാങ്ക്. അപ്പൊ നമ്മള് ആർട്ടിയമ കൾച്ചർ ഇന്ന് ചെയ്യുന്നുണ്ട്. കാരണം പോളാറിന്റെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് പല്ലറ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആർട്ടിയമേന്ന് കൊടുക്കാൻ പോകുന്നത് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ആർട്ടിയമ. ഇപ്പൊ ഞാൻ വിരിയിക്കാൻ ഇട്ടിട്ടേ ഉള്ളൂ. ഇത് നാളെ മുമ്പേ ഇത് വിരിയുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തത് നമ്മുടെ വലിയ ടാങ്കിലേക്ക് പോവാം. അപ്പൊ ഇതാണ് എൻ്റെ കോയും ഗോൾഡൻ ഫിഷും ഉള്ള പോണ്ട്. 2 കോഴിക്കർ, 2 ഗോൾഡൻ ഫിഷും പിന്നെ ഫിൽട്രേഷൻ.
അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും ബൈ.